Friends, welcome again to Eng-lane English classroom. Yes, today we are discussing the last part of the anecdote, the best investment I have made. That is from 14th paragraph to 17th in SSLC English. SSLC English le third unit le ഒന്നാമത്തെ lesson ആയ ആനക്ഡോട്ടിൻ്റെ അവസാന ഭാഗം ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല, നമുക്ക് ഓരോന്ന് ചെയ്തു പോകാം. ഇറ്റ് ഇസ് സീരിയസ്. യു റിമെമ്പർ ദ ഫസ്റ്റ് പാർട്സ് ഓഫ് ദ ആനക്ഡോട്ട്. ഇതുവരെയുള്ളതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും, എല്ലാവർക്കും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് നിങ്ങൾ കണ്ടതാണ്, അതുകൊണ്ട് ഓരോ വായിച്ച് ഞാൻ പറയുന്നില്ല. കഥ ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം. അമേരിക്കയിൽ നിന്ന് മടങ്ങുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ നറേറ്റർ അദ്ദേഹത്തെ ഒരു ഫെലോ പാസഞ്ചർ, ഒരു കൂടുതലൊരു യാത്രികന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു മൂഡില്ലാത്തതുകൊണ്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും മാത്രമല്ല അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാൻ ആവശ്യമുള്ളത് കൊണ്ടും അദ്ദേഹം എന്ത് ചെയ്തില്ല, അദ്ദേഹത്തെ അവഗണിക്കുകയും ചെയ്തു. നമുക്കറിയുന്ന അത് അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ അദ്ദേഹം പിറ്റേന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റിവാർഡിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർ ലണ്ടനിലൊരു പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇയാൾക്ക് നമ്മുടെ നറേറ്ററുമായിട്ട് സംസാരിക്കണം എന്നുണ്ട് എന്ന കാര്യം ആ നറേറ്റർക്ക് ബോധ്യപ്പെടുകയും, പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അതിനുള്ള ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത്. ഇനി എന്തായാലും അവസാനത്തെ ദിവസം ഭാര്യയാൽ പ്രചോദനായിട്ട് അദ്ദേഹം നറേറ്റർ അടുത്ത് വരികയും അദ്ദേഹത്തിന് വിസിറ്റിംഗ് കാർഡ് കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ആരംഭിക്കുക ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ വിസിറ്റിംഗ് കാർഡ് കണ്ടിട്ടൊന്നും നറേറ്റർക്കൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ കൂടുതൽ സംസാരിച്ചപ്പോൾ അവർക്ക് എന്താണ് അവർ ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങൾക്ക് അറിയുന്നതാണ്, അവരത് ഹോളിഡേ ട്രിപ്പ് ആയിരുന്നില്ല. ന്യൂ ഇംഗ്ലീഷ് സ്റ്റേറ്റുകളിലെ സമ്മർ റിക്രിയേഷൻ ക്യാമ്പ്സ് പരിശോധിക്കാനും ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിലെ പിന്നെ 6-7 സ്റ്റേറ്റുകൾ കൂടി നമുക്കറിയുന്ന അതൊക്കെ അവിടുത്തെ സമ്മർ റിക്രിയേഷൻ ക്യാമ്പ്സ് സന്ദർശിക്കാനും പരിശോധിക്കാനും, അതേപോലെ തന്നെ പിന്നെ ന്യൂയോർക്കിലും മറ്റ് പട്ടണങ്ങളിലൊക്കെയുള്ള കുറ്റവാസനയുള്ള, അതേപോലെ തന്നെ വൈകാരിക പ്രശ്നങ്ങളുള്ള പിന്നോക്കക്കാരായ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയായിരുന്നു അവരവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ സംസാരത്തിൽ നിന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമ്മുടെ നറേറ്റർക്ക് കിട്ടി. അവർ ചെയ്തിരുന്നത് അഡോളസൻസായ, അതായത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കോടതി ശിക്ഷിച്ച കുട്ടികളെ ജുവനൈൽ കോടതിയിൽ നിന്ന് ഏറ്റെടുക്കുകയും അവരെ നല്ല ഒരു സാഹചര്യത്തിൽ അവരെ ആക്കുകയും അതുപോലെ തന്നെ അവരുടെ മനസ്സും ശരീരവും ഒക്കെ എന്ത് ചെയ്യും, സുഖപ്പെടുത്തുകയും എന്ന് പറഞ്ഞാൽ ചികിത്സ കൊടുക്കേണ്ടതും ചികിത്സിക്കും. അതുപോലെ തന്നെ പിന്നെ അതല്ല പിന്നെ ഒരു കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതവർ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ അവർക്കൊരു ഹാൻഡിക്രാഫ്റ്റിൽ, ഒരു കൈവേലയിൽ പരിശീലനം കൊടുക്കും. അങ്ങനെ അവരെ നല്ലൊരു സിറ്റിസൺസാക്കി മാറ്റുക ചെയ്യാം. അപ്പോൾ ഇത്ര കേട്ടപ്പോഴേക്ക് എന്ത് ചെയ്തു പറഞ്ഞാൽ നമ്മുടെ നറേറ്റർക്ക് ഇദ്ദേഹത്തോടൊരു വല്ലാത്തൊരു അടുപ്പം തോന്നി. നമുക്കറിയുന്ന അത് ഞാൻ അദ്ദേഹം അറിയാതെ ചോദിച്ചു പോയി, എങ്ങനെയാണ് നിങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത്. ആ ചോദ്യം കേട്ടപ്പോൾ വീണ്ടും ആ ചെറുപ്പക്കാരൻ വല്ലാതെ അത്ഭുതപ്പെടുക ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പിന്നെ ഒരു വളരെ സംഘർഷത്തോടു സമ്മർദ്ദത്തോടു കൂടി നമ്മുടെ നറേറ്റർ ചെവിയിലെന്തോ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 25 കൊല്ലം മുമ്പ് നടന്ന സംഭവം ഓർമ്മ വന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത്. അത് നടന്നത് നമുക്കറിയാം, ഒരു നവംബർ മാസം നല്ല മഞ്ഞുള്ള ദിവസം രാത്രിയായിരുന്നു. ഏതാണ്ട് 1 മണിയോടടുത്ത സമയമാണ്. നറേറ്ററെ ഒരു സർജൻ്റ് പോലീസ് വന്നിട്ട് വിളിച്ചുണർത്തുക ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ആ തൊട്ടടുത്ത ആ താമസ സ്ഥലത്ത് ഏതുണ്ട് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സർജൻ്റെ കൂടെ പോവുകയും അവരവിടെ ചെന്നപ്പോൾ അവർ കാണുന്നത് ഇലൂമിനേറ്റിംഗ് ഗ്യാസ് തുറന്നിട്ടിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചൊരു യുവാവിനെയാണ്. എൻ്റെ അടുത്ത് ആ 2 ലാൻഡ് ലേഡി ഉണ്ട്, അതിൻ്റെ ആ വീടിൻ്റെ ഉടമസ്ഥനുണ്ടല്ലേ, കെട്ടിടത്തിൻ്റെ ഉടമസ്ഥണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അവിടുത്തെ തട്ടിമ്പുറത്തുള്ളൊരു കട്ടിൽ ഇങ്ങനെ നീണ്ടു കിടക്കുക ചെയ്തിരുന്നത്. നമുക്കറിയാം, ഒറ്റയടിക്ക് കണ്ട മരിച്ചു എന്ന് തോന്നും, പക്ഷേ ഡോക്ടർ ആകുമ്പോൾ അദ്ദേഹത്തിന് അറിയാം സാധ്യത ഉണ്ടെന്ന് തോന്നി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, 1.5 മണിക്കൂർ അധ്വാനിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ആ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ തുടങ്ങിയ ചെറുപ്പക്കാരന്. നമുക്കറിയാം, അദ്ദേഹം ഒരു ഓർഫനായിരുന്നു. 6 മാസം മുമ്പാണ് ലണ്ടനിലെത്തിയത്. അങ്ങനെ അതെത്തിയത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അങ്കിള്
ലണ്ടൻ സോളിസിറ്റർ ഓഫീസിൽ ക്ലർക്കിൻ്റെ ജോലി സംഘടിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അദ്ദേഹത്തിന് നല്ല സുഹൃത്തുക്കളില്ലാത്തതുകൊണ്ട് ആ സമൂഹത്തിലെ മോശം ആളുകളായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാകുകയും അങ്ങനെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി തൻ്റെ കഴിവിനപ്പുറമുള്ള എന്ന് പറഞ്ഞ ഒരു വിഡ്ഢിയെപ്പോലെ തൻ്റെ കഴിവിനപ്പുറമുള്ള സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ ലക്ഷ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കുതിരപ്പന്തയത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പൈസ ഫുള്ള് നഷ്ടപ്പെട്ടു, മാത്രം ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ പണയത്തിലായി, മാത്രമല്ല ബുക്ക് മേക്കർക്ക് നല്ലൊരു സംഖ്യ കൊടുക്കാനായി. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, അദ്ദേഹം അവസാനത്തെ എഫേർട്ട് എന്ന രീതിയിൽ തൻ്റെ ഓഫീസിൽ കുറച്ച് പൈസ എടുത്തിട്ട് എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ള ഒരു ഗാമ്പിളിൽ കൂടുകയും അതും അവസാനം എന്ത് ചെയ്ത് പൊട്ടിപ്പോയി. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പേടിയായി, എന്തുണ്ടാവും എന്നുള്ള പേടിയായി, അതായത് പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാവും എന്നുള്ള പേടിയായതുകൊണ്ട് അദ്ദേഹം റൂമിനകത്ത് കയറിയിട്ട് ഇലൂമിനേറ്റിംഗ് ഗ്യാസ് തുറന്നിട്ട്, നമുക്കറിയാം ഇലൂമിനേറ്റിംഗ് ഗ്യാസിൻ്റെ ഒരു പ്രധാന ഘടകം അന്ന് കാർബൺ മോണോക്സൈഡാണ്, അപ്പോൾ അത് വിഷമാണ് നമുക്കറിയുന്നതാണ്, തുറന്നിട്ടിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതാണ് കഥ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഗ്യാസ് തുറന്നിട്ട് വരെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, യു സി. ഷാൾ വി മൂവ് ഓൺ ടു നെക്സ്റ്റ് പാർട്ട്? സെർട്ടൻലി വി ക്യാൻ മൂവ് ഓൺ. വി ഹാവ് ഹേർഡ് ദ സ്റ്റോറി ഓഫ് ദ യങ് മാൻ. ഇപ്പോൾ നമ്മൾ ആദ്യം കഥ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ കഥ അടുത്ത 25 കൊല്ലം മുമ്പ് നടന്ന കഥയിലേക്ക് പോയി, വീണ്ടും ചെറുപ്പക്കാരൻ്റെ കഥയിലേക്ക് പോയി. യഥാർത്ഥത്തിൽ 3 കഥയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡിയല്ലേ? ഇപ്പോൾ 3ാമത്തെ കഥ ഇപ്പോഴും തീർന്നിട്ടില്ല, അതിലേക്ക് തന്നെ നമ്മൾ ഇനിയും പോണത് 25 കൊല്ലം മുമ്പ് നടന്ന ആ സംഗതിയിലേക്കാണ്. പിന്നെ വാട്ട് ഡു യു ഫീൽ നൗ? നിങ്ങൾക്ക് എന്താ തോന്നുക ചെറുപ്പക്കാരനെ കുറിച്ചിട്ട്? വാട്ട് മൈറ്റ് ഹാവ് ദേ ഫെൽറ്റ്? എന്തായിരിക്കാം 3 ആളുകൾക്ക്, അതായത് ആരൊക്കെയാ ട്രയോസ്? ആരാ ട്രയോ? നമുക്കറിയാം, ലാൻഡ് ലേഡി, ദ നറേറ്റർ ആൻഡ് സർജൻ്റ് ഓഫ് പോലീസ്. അവർക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? വാട്ട് സർജൻ്റ് ഡു? സർജൻ്റ് എന്താ ചെയ്തിട്ടുണ്ടാവുക? അവരൊക്കെ ആ ചെറുപ്പക്കാരനെ സഹായിച്ചോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത്. ഒപ്പം ഉറക്കെ വായിക്കണം കേട്ടോ. A long bar of silence throbbed in the little attic when he concluded his halting confession. Then gruffly the surgeon asked how much he had stolen. 7 pounds 10 shillings. The answer sounded pitiful. For this paltry sum he had almost thrown away his life. There was a pause. The 3 of us, the surgeon, the landlady and me, as the sole witnesses of the near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. The surgeon, at considerable risk to his job, resolved to make no report upon the case so that no court proceedings would result. The landlady offered a month's free board until he should get upon his feet again, while I, making perhaps the least contribution, came forward with the 7 pounds 10 shillings for him to put back in the office safe. The ship moved on through the still darkness of the night. There was no need of speech. The tender gesture Mrs. S. had taken her husband's hand. As we sat in silence, I could not but reflect that it was the best investment I had made in my life. It had paid me no dividends in worldly goods, but had turned out to be immensely profitable. It stood out against all the bad investments I had made through the years, those foolish speculations for material gain, producing only anxiety, disappointment and frustration. മക്കൾ വായിച്ചിട്ടുണ്ടാവും. അത് നല്ല ഒരു അവസാനിപ്പിക്കലാണ്, നല്ലോണം ശ്രദ്ധിക്കുക. കുറേ നേരത്തെ ചോദിച്ച കുറേ ഉത്തരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഒന്നും കൂടി പറയാൻ ശ്രമിക്കുക. ഹു വാസ് ദാറ്റ് യങ് മാൻ? ആരാണ് നമ്മുടെ മുമ്പിലുള്ള ചെറുപ്പക്കാരന്? നേരത്തെ ആത്മഹത്യക്ക് ശ്രമിച്ച ആ ചെറുപ്പക്കാരൻ അറിയാലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വാട്ട് ദ സർജൻറ്റ് ഡു? എന്താ സർജൻറ്റ് ചെയ്തത്? നിങ്ങൾക്കറിയാലോ. ഒന്നും കൂടി നമുക്ക് വായിക്കും, മനസ്സിലിങ്ങനെ കൊണ്ട് ആശയങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയിപ്പിക്കുന്നത് കേട്ടോ, അറിയാലോ. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദി അതേഴ്സ് ഡു? ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ ചെയ്തത്? അതേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് അറിയാലോ. ആരൊക്കെ അവിടെ ഉള്ളത് വേറെ നമുക്കറിയാം. ലാൻഡ് ഈസ് ദർ ആൻഡ് സർജൻ്റ് ഈസ് ദർ. അവരെന്താ ചെയ്തത്? വാട്ട്സ് ദ ടൈറ്റിൽ ഓഫ് ദ ആനക്ഡോട്ട്? എന്താണ് ഈ ടൈറ്റിലിൻ്റെ ഹൗ ഡിഡ് ഈച്ച് ഓഫ് ദം ഹെൽപ്പ് ഹിം? എങ്ങനെയാണ് ഓരോരുത്തരും അദ്ദേഹത്തെ സഹായിച്ചത്? എങ്ങനെയാണ്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ആനക്ഡോട്ട്? എങ്ങനെയാണ് ഈ ഒരു പാഠത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആനക്ഡോട്ടിൻ്റെ ടൈറ്റിൽ എന്താണ്? എന്തായിരിക്കും അതിൻ്റെ സിഗ്നിഫിക്കൻസ്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ കാരണം? എന്തായിരിക്കും?
എന്താണ് ഇതിൻ്റെ റെലവൻസ്, പ്രസക്തി എന്താണ്, ഹൗ ഇസ് ഇറ്റ് റെലവൻറ്റ്, വാട്ട്സ് ഇസ് റെലവൻസ്. ഓക്കെ, കുറേ ആശയങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കിയാലോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. വാക്കുകളൊക്കെ ശ്രദ്ധിക്കണേ, ചെറിയൊരു ഭാഗമല്ലേ, ശ്രദ്ധിക്കണം കേട്ടോ. സൈലൻ്റായിട്ട് വായിക്കും. Okay, now let us try to answer the scaffolding questions. There are only 2 answers. The first assignment എല്ലാം നമ്മൾ എഴുതിയെടുക്കുന്നതാണ്, അതുകൊണ്ട് പ്രത്യേകം പറയണ്ടല്ലോ, ഒക്കെ എഴുതിയെടുക്കണം. Why does the author say that it was the best investment he had ever made? എന്തുകൊണ്ടാണ് നമ്മുടെ ഓഥർ പറയുന്നത് അദ്ദേഹം ആ കൊടുത്ത ചെറിയൊരു സംഖ്യ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? റെഡിയാണല്ലോ. നെക്സ്റ്റ്, the surgeon, the landlady and the narrator helped the young man. അവർ മൂന്നാളും 3 കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ അവർക്ക് ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് സഹായിച്ചത് നീ കോളങ്ങളിൽ എഴുതുക, ബോക്സുകളിൽ എഴുതുക. എന്താണ് അതിലെ പ്രശ്നം നീ ബോക്സിൽ എഴുതുക. റെഡി അല്ലേ? ചെയ്ത് നോക്കുമല്ലോ. റെഡി, പോസ് ചെയ്ത് ചെയ്യണം കേട്ടോ, എന്നിട്ട് നോക്കിയാൽ മതി. Now let us see the sample answer. The author's timely action helped a man to change the vicious life to virtuous. വളരെ പ്രധാന മക്കളെ. അത് എന്തുകൊണ്ടത് ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയാൻ കാരണം, ആ ഒരു സമയത്തുള്ള ആ ഒരു സഹായം ഒരു വളരെ മോശമായ ഒരു തിന്മയിൽ അധിഷ്ഠിതമായിരുന്ന ജീവിതത്തെ പൂർണ്ണമായി നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് മാറ്റിമറിച്ചു. അങ്ങനെ ഒരാളെ നന്നാക്കാൻ പറ്റി. അതുകൊണ്ടാണ് അത് ഏറ്റവും നല്ലൊരു സമ്പാദ്യം നാൾ അല്ലെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻ്റാണ്, നിക്ഷേപമാണ് അദ്ദേഹം പറയാൻ കാരണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാര്യം മനുഷ്യൻ തന്നെ അവിടെ മാറുകയാണ്. ചെറിയൊരു അത് പൈസ കൊടുത്തുകൊണ്ട് മാറ്റുക എന്നുള്ളതല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് അതാണ് ഉണ്ടായത്. അതൊരു വലിയൊരു കാര്യമാണ്. ഒരാളെ നന്മയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞതാണ്. ലോകത്തിൽ എന്ത് കിട്ടുന്നതിനേക്കാളും പുണ്യമുള്ളതാണ്. അത് ഓക്കെയാണല്ലോ. നെക്സ്റ്റ് ഡിയേഴ്സ് എന്തൊക്കെയായിരുന്നു അവരുടെ റിസ്ക്കും കാര്യങ്ങളും നല്ലോണം ശ്രദ്ധിച്ച് നോക്ക്. സർജൻറ്റ് നമുക്കറിയാം റിസോൾവ് ടു മേക്ക് നോ റിപ്പോർട്ട് അപ്പോൺ ദ കേസ്. ഹി ഡിസൈഡഡ് നോട്ട് ടു റിപ്പോർട്ട് ദ കേസ്. നിങ്ങൾക്കറിയാലോ ആ കേസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ തീരുമാനിച്ചു. എന്തായാലും റിസ്ക് എന്താ, അത് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ജോലി തന്നെ പോയേക്കാം. ലാൻഡ് ലേഡി എന്താ തീരുമാനിച്ചത്, ഒരു മാസം വാടക ഇല്ലാതെ നിർത്താൻ തീരുമാനിച്ചു. ഒരു മാസം വാടക അവർക്ക് നഷ്ടപ്പെടും. ഇതൊക്കെ എഴുതിയെടുക്കേണ്ടതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ദ നറേറ്റർ ഗേവ് 7 pounds 10 shillings ആൻഡ് പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്. അദ്ദേഹം നറേറ്റർ എന്താ ചെയ്തത്, 7 pound 10 shillings കൊടുത്തു. എവിടെ വെക്കാൻ, ആളെടുത്ത ഓഫീസ് സേഫിൽ തിരികെ വെക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് ആ പൈസ പോവും. ക്ലിയർ ആണല്ലോ? 3 കാര്യം ഒക്കെ ആയാലും 3 ആളുകളുടെ കാര്യം എന്താ എങ്ങനെയാണ് സഹായിച്ചെന്നുണ്ട്, എന്താ റിസ്ക് ക്ലിയർ ആണല്ലോ. നൗ ഡിയേഴ്സ് നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം. എളുപ്പമാണ്. ഇപ്പോൾ വാക്കുകൾ നോക്കിയാലോ. ത്രോബ് എന്ന് പറഞ്ഞാൽ ട്രംബിൾ കൺവൽസീവ്ലി എന്നാണ്, അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ മിടിക്കുന്നതിനാണ് എന്തെന്ന് പറയുക, ത്രോബ് എന്ന് പറയാം. നമുക്കറിയാം അത്. ഹോൾട്ടിംഗ്ലി എന്ന് പറഞ്ഞാൽ നിർത്തി സ്റ്റോപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടിങ് ഓഫ് ഫൺ. നിർത്തി പറയുന്നതിനാണ് എന്ത് പറയുക, നിർത്തും പിന്നെയും തുടങ്ങും, നിർത്തും, അങ്ങനെ പറയുന്നതിനാണ് ഹോൾട്ടിംഗ്ലി എന്ന് പറയുക. കൺഫെഷൻ, കുറ്റേറ്റ് പറയുന്നതിനാണ് കൺഫെഷൻ എന്ന് പറയാം. ഗ്രഫ്ലി എന്ന് പറഞ്ഞാൽ ഡീപ്പ് റഫ് ആൻഡ് അൺഫ്രണ്ട്ലി, വളരെ പരുഷമായുള്ള ഞാൻ ചോദിക്കുന്നതിനാണ് ഗ്രഫ്ലി എന്ന് പറയാം. പോൾട്രി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എന്നാണ്. പിന്നെ റിസോൾവ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ് ആണ്, നമുക്കറിയാം തീരുമാനിച്ചു എന്നാണ്. നമ്മൾ നോക്കിയാലോ, ഇനി വളരെ എളുപ്പമാട്ടോ, ചർച്ച ചെയ്യാൻ വളരെ എളുപ്പമാണ്. എ ലോങ് ബാർ ഓഫ് സൈലൻസ് ത്രോബ്ഡ് ഇൻ ദ ലിറ്റിൽ ആറ്റിക് വെൻ ഹി കൺക്ലൂഡ്സ് ഹിസ് ഹോൾട്ടിംഗ് കൺഫെഷൻ. ഇപ്പം നമ്മൾ 25 കൊല്ലം മുമ്പുള്ള ആ ഭാഗത്തുള്ളത് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ മുമ്പിൽ ആരാ ഉള്ളത്, സർജൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡ് ലേഡി ഉണ്ട്, അതുപോലെ ആരുണ്ട്, നറേറ്റർ ഉണ്ട്. പിന്നെ അവിടെ ആരാ കിടക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഇപ്പം എണീറ്റിരിക്കുകയാണ് ആരാ ഉള്ളത്, ചെറുപ്പക്കാരനുണ്ട്. അവൻ ആ സ്ഥലത്ത് കിട്ടിയ ഉടനെ തന്നെ കഥ പൂർണ്ണമായിട്ട് പറയാൻ തുടങ്ങി. ആ കഥ ഒരു സൈസ് കൺഫെഷനായിരുന്നു, അവൻ്റെ കുറ്റേറ്റ് പറയുന്നതായിരുന്നു, അറിയാലോ. അപ്പോൾ ഒന്ന് പറഞ്ഞോളൂ, എന്താ അതിൻ്റെ ആശയം എന്താ? ആ ചെറുപ്പക്കാരന് തൻ്റെ കുറ്റസമ്മതം എന്ന് പറഞ്ഞാൽ ആ കഥ ഉദ്ദേശിക്കുന്നത് അത് നിർത്തി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എന്തു ചെയ്തു, ആ ചെറിയ തട്ടിമ്പുറത്ത് ഒരു നിശബ്ദത എന്ത് ചെയ്തു, തുടിച്ചു നിന്നു എന്നതിൻ്റെ അർത്ഥം. ഒന്നായിട്ട് പിന്നെ സംസാരിച്ചില്ല, ഒരു നിശബ്ദത അവിടെ അങ്ങനെ തളം കെട്ടി നിന്നു എന്ന അർത്ഥം അദ്ദേഹം പറഞ്ഞപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല, അതേ ഉദ്ദേശിക്കുന്നത്. റെഡി അല്ലേ? ദെൻ ഗ്രഫ്ലി ദ സർജൻറ്റ് ആസ്ക്ഡ് ഹൗ മച്ച് ഹി ഹാഡ് സ്റ്റോളൻ. വളരെ പരീക്ഷയായിട്ടാണ് ചോദിച്ചത്. ഹൗ മച്ച് ഡിഡ് യു സ്റ്റീൽ എന്ന് ചോദിച്ചു. എത്ര പൈസ എടുത്ത്? ഓർ ഹൗ മച്ച് ഹാവ് യു സ്റ്റോളൻ, എത്ര പൈസ എടുത്തെന്ന് വളരെ പരുഷമായിട്ട് സർജൻറ്റ് ചോദിച്ചു. 7 pounds 10 shillings. അപ്പോൾ ആരെ മറുപടിയാണ് അത്? ചെറുപ്പക്കാരൻ്റെ മറുപടിയാണ്.
ആകെ 7 പൗണ്ടും 10 ഷില്ലിങ്. ഇവിടുത്തെ രീതി പറഞ്ഞാൽ നാടമല നേരെ ഇക്വലൻ്റായിട്ട് അതിൻ്റെ മൂല്യമല്ല പറയണത്. നാടൻ പറഞ്ഞാൽ 7 ഉറുപ്പ്യയും 10 പൈസയും അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഈ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കും. നോക്കൂ, ദി ആൻസർ സൗണ്ടഡ് പിറ്റിഫുൾ. വളരെ ദയനീയമായി തോന്നി ആ ഉത്തരം കേട്ടപ്പം. എന്താ കാരണം? ബിക്കോസ് ദിസ് പോൾട്ടിസം ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ അവേ. ദിസ് ഫോൾട്ടിസം ഫോർ പ്രിപ്പോസിഷൻ തന്നെയാണ് കേട്ടോ, കൺജങ്ഷൻ അല്ല, കീന് എന്നുള്ള അർത്ഥം തന്നെ ഉള്ളൂ. പെട്ടെന്ന് മാറിപ്പോയതാണ്. ഫോർ ദിസ് പോൾട്ടിസം, ഈ ഒരു ചെറിയ തുച്ഛമായ സംഖ്യക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ അവേ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പാഴാക്കിയാൽ ജീവൻ തന്നെ കളയാൻ ശ്രമിച്ചത്, പാഴാക്കാൻ ശ്രമിച്ചത് എന്നാണ്. അതൊക്കെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ ചെന്നുപെട്ടാൽ ആദ്യം തന്നെ നമ്മളെ സെൽഫ് റെസ്പെക്റ്റാണ് നമുക്ക് ഇല്ലാതാവുക. പിന്നെ നമ്മുടെ ജീവനോടൊന്നും നമുക്ക് വില തോന്നൂല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വളരെ നമ്മൾ അലർട്ടാവണം, കോഷ്യസ് ആവണം. എങ്ങനെ ആവേണ്ടത്? ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെന്നുപെടരുത്. ശ്രദ്ധിക്കണം. വളരെ നന്മയുടെ മാർഗ്ഗത്തിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടാവില്ല. വേണ്ടാത്ത ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ഓരോരുത്തർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നല്ല രീതിയിലല്ലെങ്കിൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല, ആ മോശമാക്കി ജീവിതം നയിക്കുന്നവനല്ലാതെ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അത് ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടും, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും. അങ്ങനെ കുറേ പാഠങ്ങൾ ഇതിലുണ്ട്. ക്ലിയർ ആണല്ലേ? കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഈ കാര്യങ്ങളോടിയിലെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കൂ. വളരെ മുറിച്ച് അദ്ദേഹത്തെ കഥയും അദ്ദേഹം ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റ് പറഞ്ഞത് അവസാനിപ്പിച്ചപ്പോൾ ആ ചെറിയ തട്ടിമ്പുറത്ത് ഒരു നിശബ്ദത ഉണ്ടായി എന്ന അർത്ഥം. ആരൊന്നും പറഞ്ഞില്ല. അതിൽ പെട്ടെന്ന് എന്ത് ചെയ്തു? വളരെ പരിശായി സർജൻ്റ് ചോദിച്ചു, ഹൗ മച്ച് യു ഹാവ് ടേക്കൺ എന്ന് ചോദിച്ചു. ഹൗ മച്ച് ഹാവ് യു ടേക്കൺ, എത്രയാണ് എടുത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 7 പൗണ്ടും അതുപോലെ 10 ഷില്ലിങ്ങും ആണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അത് ആ ഉത്തരം ഒരു വല്ലാതെ ദയനീയ ഒരു ഉത്തരമായിരുന്നു. കാരണം എന്താ? ഈ ചെറിയൊരു ഫോർ ദിസ് പോൾട്രി സം ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ അവേ ഹിസ് ലൈഫ്. ഈ ഒരു ചെറിയ തുച്ഛമായ സംഖ്യക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പാഴാക്കാൻ ശ്രമിച്ചത് എന്നാണ്. റെഡിയല്ലേ? ദെൻ അഗെയിൻ അവിടെ ഒരു നിശബ്ദത ഉണ്ടായി. ദ 3 of us, ആരാ? 3 ആളുകൾ. ഞങ്ങൾ 3 ആരൊക്കെയാണ്? ദ സർജൻറ്റ്, ദ ലാൻഡ് ലേഡി ആൻഡ് മീ. ഇവർ 3 ആൾക്കാരെ അറിയാലോ. സർജൻറ്റ്, ലാൻഡ് ലേഡി, അതുപോലെ ദ നറേറ്റർ. As the sole witness of the near tragedy, they were the only witness of the tragedy. സോളം പറഞ്ഞതാണ്, ഒള്ളി എന്നാണ് പഠിച്ചതാണ്. അതായത് ദുരന്തമാവേണ്ടിയിരുന്ന ആ സംഗതിയുടെ ആകെയുള്ള 3 സാക്ഷികളാണ്. വേറെ ആരും ഇത് അറിയില്ല. ട്രാജഡി ആവുകയെന്ന് പറഞ്ഞാൽ മരിച്ചിരുന്ന ട്രാജഡി ആവുമായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചില്ല, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റി. അതുകൊണ്ടാണ് ഒരിക്കലും നിയർ ട്രാജഡി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു സംഗതിയുടെ ആകെയുള്ള 3 സാക്ഷികളാണ് ഈ 3 ആളുകൾ. ആകെയുള്ള സാക്ഷികൾ 3 ആളുകളേ ഉള്ളൂ. ഹാഡ് ദ സെയിം അൺസ്പോക്കൺ തോട്ട് ഇൻ അവർ. എല്ലാവരുടെ മനസ്സിലും പറയാത്ത ഒരേ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്താണ് ആ ചിന്ത? അവരെ മനുഷ്യത്തെ മക്കൾ അവിടെ കാണേണ്ടത്. വി ഡിസൈഡ് ടു ഗീവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട്. ആ ചെറുപ്പക്കാരൻ നല്ലൊരു തുടക്കം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവനൊരബദ്ധം പറ്റി. അവനെ നമ്മൾ കൈയൊഴിയാതെ കുറ്റപ്പെടുത്താതെ അവനെ ഒരു നല്ലൊരു തുടക്കം കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അതിന് അവർ കുറേ റിസ്കുകൾ എടുക്കാൻ തയ്യാറ്. എന്താ അവർ ചെയ്തത്? ദ സർജൻറ്റ് അറ്റ് കൺസിഡറബിൾ റിസ്ക് ടു ഹിസ് ജോബ് റിസോൾവ്ഡ് നോട്ട് ടു മേക്ക് നോ റിപ്പോർട്ട് അപ്പോൺ ദ കേസ്. സർജൻറ്റ് അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോലും പ്രശ്നമുള്ളതാണ്, എന്നാൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു? ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ക്ലിയർ ആണല്ലോ? എന്താ റിപ്പോർട്ട് ചെയ്യാനുള്ള ഗുണം എന്താ? സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിങ്സ് വുഡ് റിസൾട്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നിയമ നടപടികൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ പേടി അവിടെ അവസാനിക്കും. റെഡിയല്ലേ? പക്ഷേ പ്രശ്നം എന്താ? ഇത് ഡിപ്പാർട്ട്മെൻറ്റ് അറിയെ പുറത്ത് ലീക്കായി ചെയ്താൽ അങ്ങനെ സംഗതി അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയെ പോലും ഇത് ബാധിക്കും. അതാണ് കൺസിഡർ റിസ്ക് ടു ഹിസ് ജോബ് എന്ന് പറഞ്ഞു. റെഡിയല്ലേ? ഇനി രണ്ടാമത്തെ ആളാര ലാൻഡ് ലേഡിയാണ്. അവരെന്താ ചെയ്ത്? ലാൻഡ് ലേഡി ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ് അണ്ടിൽ ഹി ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീറ്റ് അഗെയിൻ. രണ്ടാമത്തെ അവരെന്താ തീരുമാനിച്ച ലാൻഡ് ലേഡി? അതായത് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് തീരുമാനിച്ചു. പിന്നെ ഫ്രീ ബോർഡ്, പൈസ തരാതെ, വാടക തരാതെ അവരുടെ പിന്നെ ക്വാർട്ടേഴ്സ് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാനുള്ള അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ മാസത്തെ വാടക ഒഴിവാക്കി കൊടുത്തു. റെഡിയല്ലേ? വൈൽ ഐ മേക്കിംഗ് പെർഹാപ്സ് ദ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ. ഏറ്റവും ചെറിയ കോൺട്രിബ്യൂഷനാണ് ആര് നടത്തിയത്? നമ്മുടെ നറേറ്റർ നടത്തിയത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട, ആ ലീസ്റ്റൊക്കെ ഉപയോഗിച്ചതിൽ വളരെ പ്രധാനമുണ്ട്. പക്ഷേ ഏറ്റവും ചെറിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് മാറി. അതിനവിടെ ലീസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും. റെഡിയല്ലേ? കെയിം ഫോർവേഡ് 7 pounds 10 shillings ഫോർ ഹിം.
ആ 7 പൗണ്ടും അതുപോലെ തന്നെ 10 ഷില്ലിങ്ങും ആര് കൊടുത്തു? നറേറ്റർ കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫിൽ വെക്കാൻ. അപ്പോൾ അത് എടുത്തു എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ല, പ്രശ്നങ്ങൾ നോക്കാം, അദ്ദേഹം രക്ഷപ്പെടും. റെഡി അല്ലേ? ക്ലിയർ ആയല്ലേ മക്കളെ? നൗ അടുത്ത പാരഗ്രാഫാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് ബൈ ദി ആബ്സെൻസ് ഓഫ് സൗണ്ട് എന്നാണ്. ശാന്തമായ, നിശ്ചലമായ എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ടെൻഡർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്ന അർത്ഥം, വളരെ മൃദുലമായ. ജസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആംഗ്യമാണ്. റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം ഗൗരവമായി ചിന്തിക്കുക എന്ന അർത്ഥം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാഭവിഹിതമാണ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഊഹക്കച്ചവടത്തിനാണ് സ്പെക്കുലേഷൻ എന്ന് പറയാം. മെറ്റീരിയൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ലാഭമാണ്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഹഭംഗമാണ്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ്. മക്കൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പം നമ്മൾ എവിടെ എത്തി? ആദ്യം തുടങ്ങിയ കഥയൊക്കെ എത്തി. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഇത് അങ്ങനെ ആ രീതി മനസ്സിലാക്കണം നിങ്ങൾ. ആദ്യം നമ്മൾ കഥ തുടങ്ങി. ഈ പിന്നെ ചെറുപ്പക്കാരൻ, അതായത് ജോൺ, അദ്ദേഹത്തെ ചെവിയിലെന്തോ പറഞ്ഞതോട് കൂടിയിട്ട് 25 കൊല്ലം മുമ്പ് നടന്ന കഥയാണ് പിന്നെ വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ ഇരുന്നപ്പോൾ അത് മറ്റൊരു ഭാഗമാണെങ്കിൽ പോലും അത് മറ്റൊരു കഥയാണ്. ഏത്? നമ്മുടെ ചെറുപ്പക്കാരൻ്റെ കഥ പറയുന്ന ആ ഭാഗം. അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു? 25 കൊല്ലം മുമ്പുള്ള കഥയിലേക്ക് പോയി. ഇപ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ടാണ് വരുന്നത്? അവസാനം നമ്മൾ തുടങ്ങിയെടുത്തേക്കാണ് പോണത്. ഇപ്പോഴെ കപ്പലെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതല്ല, നമ്മുടെ നറേറ്ററിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. റെഡി അല്ലേ? ഇനി നമ്മൾ കഥയിലേക്ക് വരികയാണ്. അപ്പോൾ അടുത്ത അവസ്ഥ എന്താ? ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ്. ഇതിങ്ങനെ ഓർത്ത് ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആരും ഒന്നും മുണ്ടിയില്ല എന്നതിൻ്റെ അർത്ഥം. രാത്രിയുടെ നിശ്ചലമായ ആ ഇരുട്ടിൽ, നിശബ്ദമായ ഇരുട്ടിൽ എന്ത് ചെയ്തു? ആ കപ്പൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? ദ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച്. ആരും സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം എല്ലാവർക്കും കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയായിരുന്നു. എല്ലാവരും എന്ത് ചെയ്തു? മനസ്സിലാക്കി പരസ്പരം. റെഡി അല്ലേ? വിത്ത് എ ടെൻഡർ ജസ്റ്റർ ഓഫ് മിസ്സസ് എസ് had taken her with a tender gesture Mrs. S had taken her husband's hand. ഒരു മൃദുലമായൊരു ആംഗ്യത്തോട് കൂടിയിട്ട് മിസ്സിസ് ജോണിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ കൈയുമെല്ലാം ഇങ്ങനെ കയ്യിൽ പിടിച്ചു. റെഡി അല്ലേ? ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ആരും ഉണ്ടാതെ നിശബ്ദതയിലിരിക്കുന്ന സമയത്ത് ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലക്റ്റ്. പ്രയോഗം എന്നറിയാലോ, എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. ഐ കുഡ് നോട്ട് ബട്ട് ക്രൈ, കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ബട്ട് ലാഫ്, എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല? ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ ഏറ്റവും നല്ല നിക്ഷേപമാണത്. എന്ത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല? ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ ചെറിയൊരു എമൗണ്ട്. റെഡി അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മളെ പാഠത്തിൻ്റെ ടൈറ്റിൽ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ് ഇൻ വേൾഡ്ലി ഗുഡ്സ്. ആ പൈസക്ക് ഭൗതികമായ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടോ കാശായിട്ടോ ഒന്നും എന്ത് വന്നില്ല. പിന്നെ ഒരു എന്ത് ചെയ്തിട്ടില്ല? ഞാൻ പൈസ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു സാമ്പത്തികമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഹാഡ് ടേൺഡ് ഔട്ട് ടു ബി ഇമ്മൻസ്ലി പ്രോഫിറ്റബിൾ. പക്ഷേ എനിക്കിത് വളരെയധികം ലാഭകരമായിട്ട് മാറി. It stood out against all the bad investments I had made throughout the years. അത് ഞാൻ ചെയ്ത അവിടെ മോശമായ ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്, അതിനെതിരെ നിന്നു. ഈ കൊല്ലങ്ങളായിട്ട് ഞാൻ ചെയ്ത ഒരുപാട് നിക്ഷേപങ്ങൾക്കെതിരെ നിന്നു. ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻസ്, ബാക്കിയുള്ളതൊക്കെ അവിടെ വിഡ്ഢിത്തം നിറഞ്ഞ ഊഹക്കച്ചവടങ്ങളായിരുന്നു. ഫോർ മെറ്റീരിയൽ ഗെയിൻ, ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട്. പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി, അതിൻ്റെ ഫലം 3 കാര്യമായിരുന്നു. ഒന്ന് ഉത്കണ്ഠ, രണ്ടാമത്തത് നിരാശ, മൂന്നാമത്തത് മോഹഭംഗം. ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷെയർ എടുക്കുകയാണെങ്കിൽ, നമുക്ക് ആദ്യം ഉണ്ടായാലും എന്താ, അത് നമ്മൾ വിചാരിക്കുന്നത്ര പ്രോഫിറ്റ് വരുമോ കിട്ടൂലേ, അങ്ങനത്തെ രീതിയുണ്ട്. അതാണ് ആങ്സൈറ്റി. അങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച ഏതിലില്ല, ആ ഒരു റേറ്റിലില്ല, അല്ലെങ്കിൽ ആ ലെവലിലല്ല കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഷെയർ എടുത്ത ആ സ്ഥാപനം തകർന്നു എന്നോ അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞു എന്നൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത മോഹഭംഗം ഉണ്ടാവും. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അതേ സമയത്ത് നല്ല കാര്യത്തിൽ നമ്മൾ ഇത്തരം മറ്റൊരു കാര്യത്തിൽ നമ്മൾ ചിലവഴിച്ചാൽ ഏത് സമയത്ത് നമുക്കത് ആനന്ദവും സന്തോഷം മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. റെഡിയല്ലേ? പക്ഷേ ഇപ്പം നമ്മളതിന് മുതിരുന്നില്ല. എല്ലാവരും ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സൂചന തന്നത്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു കാര്യമെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിലവഴിക്കുക. ഓക്കെ അല്ലേ? റെഡിയല്ലേ? അപ്പോൾ
നല്ലൊരു കഥയാണ്, മനസ്സിലാക്കിയിട്ടുണ്ടാവും. നൗ ഡിയേഴ്സ്, ഇതിൻ്റെ സമ്മറി നോക്കി ഇതുവരെയുള്ള കഥൻ്റെ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ. ബട്ട് ദ ടൈംലി ഇൻ്റർവെൻഷൻ ഓഫ് ദ ലാൻഡ് ലേഡി, ദ നറേറ്റർ ആൻഡ് ദ സർജൻ ഹെൽപ്ഡ് ഹിം ടു സേവ് ഹിംസെൽഫ്. ക്ലിയർ ആണല്ലോ. ഫീലിംഗ് പിറ്റി ഫോർ ഹിം, ദ ഡിസൈർ ടു ഗീവ് ഹിം എ ഫ്രഷ് സ്റ്റാർട്ട്. The surgeon desired to make no report upon the case. The landlady offered a month's free board. The narrator gave him £7 and 10 shillings to put back in the office safe. Thinking about it after 25 years, the narrator realized that it was the best investment he had ever made in his life. വളരെ എളുപ്പമാണ് മക്കൾ, എഴുതിയെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ഏതൊക്കെ എഴുതിയെടുക്കേണ്ടത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ വേർഡ് മീനിങ്ങുകൾ, സമ്മറി. ഇതാണ് ഇതുവരെയുള്ള എഴുതാനുള്ളത്. കേട്ടോ, അറിയാലോ. ഇനി നമ്മളൊരു അസൈൻമെൻറ്റിലേക്ക് പോവുകയാണ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. മക്കളത് 7 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. വളരെ ശ്രദ്ധിക്കണം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ഈ ഒരു ടൈറ്റിലിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു അത് വളരെ സ്യൂട്ടാണ് അവിടെ. അത് അങ്ങനെയാണ് സമർത്ഥിക്കാനുള്ള പാരഗ്രാഫാണ് നിങ്ങൾ എഴുതേണ്ടത്. യോജിച്ചാന്ന് കാണിക്കുക പാരഗ്രാഫാണ് എഴുതേണ്ടത്. നിങ്ങൾക്കറിയാം, അത് എഴുതിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ മോഡൽ കാണിക്കാൻ, ചോദ്യം എഴുതണം, ഉത്തരവ് എഴുതണേ. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഞാൻ വായിക്കാം, കിട്ടും, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട്. ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിറ്ററലി മീൻസ് ദി ആക്ട് ഓഫ് പുട്ടിംഗ് മണി, ടൈം, ഇഫേർട്ട് എക്സെട്ര ടു സംതിങ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓർ ആൻ അഡ്വാൻറ്റേജ്. But Dr. A.J. Croney used the word in connection with his story in a different sense. വ്യത്യസ്ത അർത്ഥത്തിൽ. അത് എല്ലാതോറും പൈസ നിക്ഷേപിക്കാനുള്ള ആ തലത്തിലല്ല അവിടെ ഉപയോഗിച്ച്, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. He invested his money, time and effort not for any worldly gain. He intended only to help a poor young man. His timely help changed the young man's life and he became later a great social worker. Professionally, Mr. John is a solicitor, but as the director of charitable institutions, his life is devoted to the welfare of boys and girls from slums who had fallen under the ban of the law. He and his wife had been active for the past 15 years in the field of youth welfare that took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. They were given training in a useful handicraft which made them fit to take their place as worthy members of the community. They not only rescued them but also gave training in handicraft, rehabilitated them and bring them back to life. His investment turned out to be the best investment he ever made in his life by bringing good results both to the young man and to the society. അത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് അദ്ദേഹം ജോൺ നന്നായിന് മാത്രമല്ല, ജോൺ മുഖേന ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, അദ്ദേഹം സമൂഹത്തിലെ മെയിൻ സ്ട്രീമിലേക്ക്, നന്മയിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ പ്രധാനമാണ്. റെഡിയല്ലേ? സോ വി ക്യാൻ സേ ഫോർ സർട്ടൺ ദാറ്റ് ദ ടൈറ്റിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാവ് എവർ മെയ്ഡ് ഈസ് ആപ്റ്റ്, വളരെ യോജിച്ചത് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അപ്രോപ്രിയേറ്റ് ടു ദ തീം ഓഫ് ദ സ്റ്റോറി. കഥൻ്റെ തീമുമായിട്ട് വളരെ ബന്ധം നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? അത് റൈറ്റ്, എഴുതിയെടുക്കണേ. നെക്സ്റ്റ് വൺ ഈസ്, സപ്പോസ് ദ ഡോക്ടർ റൈറ്റ്സ് എ ഡയറി എൻട്രി ഓൺ ദ ഡേ സേവ്ഡ് he saved the life of Mr. John. രണ്ടാമത്തെ അസൈൻമെൻ്റ് ആണ്, എഴുതിയെടുക്കേണ്ടതാണ്. ജോണിനെ രക്ഷിച്ച അന്നത്തെ അദ്ദേഹം ഡയറി എന്തായിരിക്കും എന്നാണ്. സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഒന്ന് കാണാം നിങ്ങൾക്കൊരു സാമ്പിൾ. പിന്നെ ഡേയും ടൈമുണ്ട്, ഡേറ്റും ഇയറൊക്കെ ഉണ്ട്, ഡേറ്റ് ഉണ്ട് ഇവിടെ, നല്ലൊരു തുടക്കമുണ്ട്, പിന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ട് അത് എഴുതിയിട്ടുണ്ട്. അവസാനം എഴുതിയാളെ പേരുണ്ട്. റെഡി അല്ലേ? അപ്പം തുടക്കം ഞാൻ വായിക്കാം, നിങ്ങൾക്ക് അറിയത്. ഓ ഗോഡ്, താങ്ക് യു വെരി മച്ച്. ടുഡേ ഐ ഫീൽ മൈ ലൈഫ് ഹാസ് ഗോട്ട് എ ന്യൂ മീനിങ്. ജീവിതത്തിന് അർത്ഥമുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രയോഗമാണ് മക്കളെ. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. നമുക്ക് തന്നെ ബോധ്യപ്പെടാം. മറ്റാളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മൾ ലക്ഷ്യം, നമുക്ക് തന്നെ ബോധ്യപ്പെടുക. ഒരുപാട് പ്രധാനപ്പെട്ട ആശയമാണത്. ഒരാൾ ജീവിക്കുന്നത് സമൂഹത്തിന് ആളെ കൊണ്ട് ഗുണമുണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ ഒരാൾ നശിക്കുന്നത് ആൾ ചത്തുപോകുമ്പോഴല്ല ഒരർത്ഥം. ആ വാക്കിനെ ഉപയോഗിച്ചത് ഒരു സെൻസിലാണ്, ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യത്വം എന്ത് ചെയ്യുക ചെയ്യുന്നത്, നശിച്ചു പോവുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. ക്ലിയർ ആണല്ലോ? അതൊക്കെ റെഡി അല്ലേ? സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് സേവ് ദ യങ് മാൻ. ക്ലിയർ ആണല്ലോ? When the surgeon called me at midnight, I was sure that there was something serious. Even now I cannot forget that sight. How horrible it was. കണ്ടോ, ചിന്തകളുണ്ട്, പ്രയോഗങ്ങളുണ്ട്. At first I was worried because I couldn't bring him back to life. ഒരു ലൈഫ് ടു മതി കേട്ടോ, സോറി, ഒരു ടു മതി. When we were about to give up, there broke from the patient a gasp that gave us hope. After half an hour of redoubled efforts, we had the youth sitting up. He told us his story, poor fellow,
How foolish it was, how senseless. He tried to end himself for 7 pounds and 10 shillings. He should never have forgotten that life on earth is most valuable gift. How pitiful his condition is without work or money. Thanks to sergeant and the landlady. It was with their help I could save him. I made the least contributions of 7 pounds and 10 shillings. Still, it is great. He will be a good man. He has learned a lesson. I wonder why these young men are doing all this, addicted to drugs and lost in bad company. They live without any commitment to the society. We have to do something to save these people. Anyway, thank God for bringing me here on time. നല്ല തീരം ചെയ്തിട്ടുള്ള എഴുതിയെടുക്കുമല്ലോ, കുഴപ്പമുണ്ടാവില്ലല്ലോ. ശ്രദ്ധിക്കണേ, എഴുതിയെടുക്കണം കേട്ടോ. കിട്ടിയില്ല മക്കളെ, കുഴപ്പമില്ലല്ലോ. ഇവിടെ 2 1 ഉള്ളൂ കേട്ടോ. അത് ഞാൻ തിരുത്തിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. റൈറ്റ്, യെസ്. നൗ കുറച്ച് ചെയ്തു വെക്കാനുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തേത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തത് ഒരു സ്പീച്ച് എഴുതാനാണ്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണെന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇത് കോൺവെർസേഷൻ എഴുതാനാണ്. ഏജോക്രോനും വാരിയും തമ്മിലുള്ള. അതുപോലെ തന്നെ ഡയറി എൻട്രി ആണ്. ഒക്കെ ശ്രമിച്ചു നോക്കുക. ചോദ്യം എഴുതിയാൽ മതി. അസൈൻമെൻറ്റ് ചോദ്യോത്തരം എഴുതണം കേട്ടോ, അതറിയാലോ. ഓക്കെ ഡിയേഴ്സ്, ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് യു ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ ഗുഡ് ബൈ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞതിന് വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ.